ഹായ്, എനിക്കൊരു വീഡിയോ എടുക്കാൻ പോകട്ടാ. എന്താണ് പറഞ്ഞ രണ്ടാൾ വീഡിയോ എടുക്കാൻ വരുമ്പോ അമ്മ സൈഡിൽ നിന്ന് കേട്ടാ നിൽക്കാൻ വെച്ചിരിക്കും, വീഡിയോക്ക് നിൽക്കാൻ വെച്ചിരിക്കുകയാണ്. എന്താണ് പറഞ്ഞ അപ്പൊ എവിടെ പോണേ? ഇവന്റെ വീട്ടിൽ പോവാണ്. ഇന്നേക്ക് പോകാനൊക്കെ ഒരുങ്ങി നിൽക്കാൻ കേട്ടാ. പോകുമ്പോ വീട്ടിൽ കുറച്ച് ഇറച്ചിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുപോകണം. നമ്മുടെ ഇറച്ചി കഴിക്കാൻ എല്ലാരും വേണ്ട. ഇത് ഇറച്ചിക്ക് എന്ത് വാങ്ങിച്ചു കാണിച്ചു കേട്ടാ. ഇതിപ്പോ ഓപ്പൺ ചെയ്യല്ല, പിന്നെ ഓപ്പൺ ചെയ്യാ. പിന്നെ ചീച്ചി ഇറച്ചിയല്ല, ചീച്ചി എന്ന് പറയുള്ളൂ കേട്ടാ. പിന്നെ ഞാൻ അമ്മനെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അമ്മയ്ക്ക് പണിയുണ്ട്. പണി പറഞ്ഞാൽ മറ്റേ വേറെ പട്ടയൊക്കെ അടുക്കാൻ പറയണ്ട കേട്ടാ. അതല്ലോ മഴ വരുന്ന പോലെയുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടാ ഇവിടെ. അത് മാത്രമല്ല, പിറന്നാളിന് വാങ്ങിച്ച് ഇന്നൊരു ഡ്രസ്സാണ് ഇട്ടത്, അത് പറയാൻ മറന്നു കേട്ടാ. ഇന്നേക്ക് എല്ലാവർക്കും വീട്ടില് ചിക്കനാണെന്ന് അറിയാം. ഇതാ ചോറിടാൻ പോകണട്ടാ, ഉച്ചയ്ക്ക് കഴിക്കാൻ പോവാ. ഇതാ ആദ്യം ചിക്കൻ കഴിച്ചു കേട്ടതാ. ആരും കഴിച്ചിട്ടില്ല, അമ്മ മാത്രം കുറച്ച് കഴിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് സ്പെഷ്യൽ വാങ്ങിക്കുന്ന അറിയില്ല കേട്ടോ. അതേണ്ടാ ചിക്കൻ ഗ്രേവി ഒഴിക്കുന്ന മുമ്പ് എന്താണ് സ്പെഷ്യൽ വാങ്ങിച്ചതെന്ന് കാണിക്കേട്ടാ. വരുന്ന വഴിയിൽ ഒരു വലിയൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഇതാ പൊറോട്ട കണ്ടോ. 20 രൂപ കണ്ട പൊറോട്ട. അതിൻ്റെ അത്ര വലിയ പൊറോട്ട കണ്ട. ഇതാണ് സ്പെഷ്യൽ കേട്ടാ. എല്ലാവർക്കും ചേർത്ത് വാങ്ങിച്ചാണ്. അമ്മയ്ക്ക് എല്ലാവർക്കും വാങ്ങിച്ചാണ്. അമ്മ ചോറ് കഴിച്ചു, വൈകിട്ട് കഴിക്കുകയായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാൾക്ക് രണ്ടെണ്ണം ഇടുന്നുണ്ട്. അപ്പൂവിന് ഇതിൽ തന്നെ കൊടുക്കും, കാരണം ഇതിലൊന്ന് കേട്ടാ. ചിക്കൻ ഗ്രേവി ഇടാൻ പോട്ടാ. അത് സൂപ്പറായി ഗ്രേവി വെച്ചിട്ടുണ്ട് കേട്ടാ. വൈഫ് കഴിച്ചിട്ടില്ല, സൂപ്പർ തന്നെ. ഞാൻ വെച്ചിരിക്കുന്നത് 5 സ്റ്റാർ പൊറോട്ട സൂപ്പറായി കേട്ടാ. അതാണ് അവിടെ പൊറോട്ട വാങ്ങിക്കാണ്ട്, ഗ്രേവി ഇതിനുള്ള കറി വാങ്ങിക്കാണ്ട് വരും പൊറോട്ട വാങ്ങിച്ചത്. സൂപ്പറായി ഇവിടെ വെച്ചിരിക്കുമ്പോൾ അവിടെ എന്തിനും വാങ്ങിക്കട്ടാ. ഇന്നേക്ക് പൊറോട്ട സ്പെഷ്യൽ ഇതാ കഴിക്കാൻ പോട്ടാ. കുറച്ച് പൊറോട്ട പീസാക്കി എടുക്കും കേട്ടാ. എന്താ പൊറോട്ട സൂപ്പറായി വരുന്നുണ്ട് കേട്ടാ. കുറച്ച് അതിൽ ചിക്കൻ വയ്ക്കാം. ബീഫാണ് എല്ലാവരും കഴിക്കാറ്. ഞാനിതാ എനിക്ക് ബീഫൊന്നുമല്ല, ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോകട്ടെ. അതുകൊണ്ടാ കുറച്ച് കൂടിപ്പോയി തോന്നുന്നുണ്ട്, കുറച്ച് വേസ്റ്റ് ചെയ്യാൻ. ഇതാ ഗ്രേവി പീസ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. കഴിക്കാൻ പോണേ. പറഞ്ഞ ഒരു കുറവില്ല, സൂപ്പർ ടേസ്റ്റ് ചേട്ടാ. 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ പൊറോട്ടയ്ക്ക്. ഓക്കെ, പിന്നെ അവർ രണ്ടാമത് കഴിക്കും. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടല്ല വീഡിയോ കഴിച്ച് അവർ കഴിക്കട്ടാ. പിന്നെ ഭാര്യൻ്റെ വീട്ടിൽ പോവാണ്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് വൈഫിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഇതാ ഒക്കെ പാർസൽ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് അവൻ്റെ അമ്മയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. പൊറോട്ടയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ട്. ഓക്കെ, ശരി. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറച്ചാൽ ഇതുപോലൊക്കെ എടുത്തിട്ട് ചിക്കനൊക്കെ എടുത്തിട്ട് പോയാൽ എന്തൊക്കെ കൊണ്ടുപോകാൻ അറിയുമോ? അമ്മയ്ക്ക് ഇതാ വേപ്പില കണ്ട, വേപ്പില. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചതാ. ഇതാ വറമുളക്, പിന്നെ ഇതാ പുളി, കരിക്കട്ടയുണ്ട്. ഇതാ കല്ലുപ്പൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടാ. കല്ലുപ്പൊക്കെ ഇട്ട് കല്ലുപ്പിൻ്റെ കളർ മാറിപ്പോയി. ഇതൊക്കെ ഇട്ടിട്ട് പോകും കേട്ടാ. ഞാൻ വീട്ടിലൊക്കെ ഇറച്ചി വെച്ചിട്ട് പോയാൽ പ്രേതം വരും പിന്നാലെ. ഇത് വെച്ചിട്ട് പോയാൽ പേടിയില്ലാണ്ട് പോകും കേട്ടാ. അതിനാണ്. ഓക്കെ, ഇതൊക്കെ ഇതാ ഈ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുന്നുണ്ട് കേട്ടാ. വെച്ച് ഒക്കെ പാർസൽ ചെയ്തിട്ട് പോവാണ്. പിന്നെ ഇതുപോലെയൊക്കെ നിങ്ങൾ ഇറച്ചാറ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെയൊക്കെ ഇതൊക്കെ ഇടുക, വേപ്പിലൊക്കെ ഇടുക പറഞ്ഞിട്ട് പറയട്ടാ. പോയിട്ട് വരാൻ പറയാൻ പോയിരിക്കാൻ രണ്ടാൾ. ലൈനൊക്കെ പോയിട്ട് സൂമിങ് കേട്ടാ. ടാറ്റ. ഹായ്, ടാറ്റ കാണിച്ച് പോകാൻ നിൽക്കുമ്പോൾ വേണ്ട. എന്താ എത്ര മാങ്ങപ്പഴം കണ്ട, മരത്തിലെ പഴുത്ത് കേട്ടാ. അവിടെ പോയി നോക്കിയാൽ പഴുത്ത് നിൽക്കുന്ന മരം മൊത്തം. ഇത് കണ്ട,
ഞാൻ അപ്പവും പോയി നിറയെ വലിച്ചു. എന്താ നോക്കുക, സൂപ്പറായി പഴുത്തിക്കണ്ട. ഇതാ ഒക്കെ മരത്തിൽ നിന്ന് വലിച്ചിട്ട് വരിക കേട്ടോ. അല്ലപ്പോൾ അപ്പൂ രണ്ടാളും വലിച്ചിട്ടാണ്. കാട്ടുകാരൻ മാത്രം ഈ വീഡിയോ കാണാണ്ടിരുന്ന മതി. സ്ഥലത്തിൻ്റെ പേര് പറയല്ല കേട്ടാ, കാട്ടുകാരൻ അറിഞ്ഞാലോ. ഞങ്ങതാ തിരിച്ചതാ മാങ്ങയൊക്കെ വലിച്ച് വരുമ്പോഴാ മഴ നനഞ്ഞിട്ടിരിക്കേണ്ടതാ. അപ്പൊക്കെ പകുതി നനഞ്ഞോ. ഷോർട്ട് കട്ടിലാണ് വരുന്നത് പറഞ്ഞപ്പോൾ ഒരു ഹെൽമെറ്റ് എടുത്തുള്ളൂ. അപ്പുതാ മഴയിൽ കുളിച്ച് കഴിഞ്ഞതാ. 3 നാൾ നനഞ്ഞു കഴിഞ്ഞിട്ടാ. അപ്പൂന് മാത്രം തല സേഫ്റ്റി ആയിട്ട് അപ്പു കുളിച്ച് കഴിഞ്ഞതാ. ഇത് കണ്ട, അപ്പോൾ കുളിച്ചതാ, ഹെൽമെറ്റോടെ ഇരിക്കുകയാണ്. ഷോർട്ട് കട്ട് വേണപ്പോൾ ഹെൽമെറ്റും എടുത്തില്ല, കോട്ടും കൊടുത്തില്ല. മഴ വരുന്ന ഒരു കണക്കും കണ്ടില്ല. മൊത്തം വെയിലായിരുന്നു. മഴ വരുന്ന പോലെ ഒരു മഴക്കാരും കാണാനില്ല. ഇവിടെ എത്തിയത് നല്ല മഴ പിടിച്ചു കേട്ടാ. വീടിൻ്റെ അവിടെ നല്ല മഴയാണ് തോന്നുന്നുണ്ട്. ഇതാ ഒരു തോപ്പിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുക കേട്ടാ. മഴ നീ വെക്കി മൊത്തം വെള്ളം തലയില്ല. തോപ്പിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുക കേട്ടാ. വീടെത്തിയിട്ടാ. ഇവിടെയൊന്നും അധികം മഴയില്ല, ഇവിടെ കുറച്ചേ മഴയുള്ളതാ. ഒക്കെ ഇതാ വേനൽ മഴയൊക്കെ നനഞ്ഞ് സൂപ്പറായ ഒരു റൈഡിങ് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടാ. കൈ കാണിക്കപ്പോ ഇതാ അപ്പൊക്കെ സൂപ്പറായി നനഞ്ഞ് ഡ്രസ്സൊക്കെ മാറണം കേട്ടാ. ഇനി അത്രയെന്നാ ആരൊക്കെ ഇതുപോലെയൊക്കെ മഴ ഇത്രയ്ക്ക് സൂപ്പറായി നനഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് മഴ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ഒക്കെ.